ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി കമ്പംമെട്ടിലെ കർഷകനായ ശ്രീ ജിതിൻ ജോജിയുടെ സമ്മിശ്ര കൃഷിയിലെ അനുഭവ പാഠങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കട്ടപ്പന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഡമം ഗ്രൂവേഴ്സ് ഫെഡറേഷന്റെ ഭാരവാഹി കൂടിയാണ് ജിതിൻ ജോജി. നമസ്കാരം ജിതിൻ. നമസ്കാരം. ജിതിൻ എത്ര സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്? ഞാൻ 7 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കമ്പംമെട്ട് തങ്കച്ചങ്കട എന്ന സ്ഥലത്താണ് എൻ്റെ കൃഷിയിടം. എന്തൊക്കെ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഏലമാണ് കൃഷി വരുന്നത്. അതുപോലെ തന്നെ കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്. കാപ്പി എത്ര വ്യാപകമായ അടിസ്ഥാനത്തിൽ കാപ്പി കൃഷിയില്ല. ഏലം വളരാത്ത ചില പ്രദേശങ്ങളുണ്ട്. ഈ ഏലകൃഷിക്ക് വേണ്ടുന്നത് നല്ല മണ്ണാണ്. അപ്പം ചരൽ മണ്ണ് കൂടുതലുള്ള പ്രദേശങ്ങളുണ്ട്, വെയിൽ ഏറെ കൂടുതലടിക്കുന്ന പ്രദേശങ്ങൾ. അവിടെ C/R എന്ന ഇനം കാപ്പിയാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. കാപ്പിക്ക് നല്ല വിളവ് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സമസ്ത രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ കൃഷി ലാഭകരമായിട്ട് പോകുന്നുണ്ട്. സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സ്ഥലം പോലും വെറുതെ കിടക്കാതെ രീതിയിൽ പല പല കൃഷികളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് തന്നെ തൈ ഏലത്തിൻ്റെ ഇടയിൽ മഞ്ഞൾ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതും വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. മഞ്ഞൾ ഇടുക്കിയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നൊരു ഇനമല്ല. മഞ്ഞൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നൊരു ഇനമല്ല ഇടുക്കിയിൽ. പക്ഷേ അതിലേക്ക് കടന്നു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏലത്തിൻ്റെ ഇടയ്ക്ക് തണലാണ് എപ്പോഴും. അപ്പം ഒരുപാട് തണലുള്ളിടത്തൊന്നും വളരത്തില്ല. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, തൈച്ചെടികളുടെ ഇടയ്ക്ക് പുല്ല് വളരും, വലിയ ഏലച്ചെടികളുടെ ഇടയ്ക്ക് പുല്ല് വളരത്തില്ല. അപ്പം നമുക്കൊരു ആശയപരമായിട്ട് നോക്കിയപ്പോഴത്തേക്കും തൈച്ചെടികൾ കുറച്ചുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം വെയിൽ ഏൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെയിൽ ഏൽക്കുന്ന സ്ഥലത്ത് പറ്റുന്ന കൃഷി ഏതാണെന്നൊരു ചിന്ത ഉണ്ടായി. ഞാൻ BSc അഗ്രികൾച്ചറായിരുന്നു പഠിച്ചത്. അതിനെപ്പറ്റി പഠിച്ച് വന്നപ്പോഴാണ് ഈ മഞ്ഞൾ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് മഞ്ഞൾ കൃഷിയിലേക്ക് കിടന്നത്. വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. വരും വർഷങ്ങളിൽ കൂടുതലും മഞ്ഞൾ കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം കുറച്ച് ഏരിയ ഏലം ഇല്ലാത്തതുണ്ട്, അവിടെയും മഞ്ഞൾ കൃഷി വ്യാപിപ്പിച്ചാലോ എന്നും കൂടെ പ്ലാൻ ചെയ്യുന്നു. ചെയ്യുന്ന കൃഷികളിൽ ഏതാണ് കൂടുതൽ നേട്ടമായിട്ട് തോന്നിയിട്ടുള്ളത് സാമ്പത്തികമായിട്ട്? നേട്ടം ഏലം തന്നെയാണ്. കാരണം മറ്റ് കൃഷികളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പം വാർഷിക വിളവ് അല്ലെങ്കിൽ 6 മാസത്തിലൊന്നും, ഇപ്പോൾ മഞ്ഞളാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് വിളവൊക്കെ. കാപ്പിയാണെങ്കിൽ വാർഷിക വിളവാണ്, കുരുമുളകാണെങ്കിൽ വാർഷിക വിളവാണ്. ഏലം എന്ന് വെച്ചാൽ നമുക്കൊരു 60 ദിവസം കൂടുന്നതിന് നമുക്കൊരു ശമ്പളം കിട്ടുന്ന പോലെയാണ്. കാരണം അങ്ങേയറ്റം പോയാൽ ഒരു 60 ദിവസം കൂടുന്തോറും ഇത് വിളവെടുക്കാൻ പറ്റും. അതുപോലെ വിളവെടുക്കാൻ പറ്റുന്ന മറ്റൊരു കൃഷി ഈ ഏരിയയിലില്ല. അപ്പം ഏലം ആണ് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തന്നെയല്ല, ഏലമാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. കൃത്യമായ ഒരു ഇടവേളകളിൽ വരുമാനം തരുന്ന കൃഷി എന്നുള്ള രീതിയിൽ ഏലത്തിന് പ്രത്യേകതയുണ്ട്. ഏലത്തിന് തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട്. ഏലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളപ്പം തന്നെ ഏലത്തിന് കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. ഏലത്തിന് കൃത്യമായിട്ട് പരിചരണങ്ങൾ വേണം. മറ്റ് കൃഷി പോലെയല്ല, നമുക്ക് എന്നും നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ കൃഷിയെ നോക്കണം. ഇപ്പോൾ 7 ഏക്കർ സ്ഥലത്ത് എനിക്കുള്ളത് 3200 ചെടിയാണ്. അപ്പോൾ ഈ 3200 ചെടി എന്ന് പറയുന്നത് എൻ്റെ 3200 മക്കളെ നോക്കുന്ന പോലെ തന്നെ ഞാൻ നോക്കണം. കാരണം ഒരു ചെടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അടുത്തുള്ള ചെടിയിലേക്ക് പെട്ടെന്ന് പടരും. അതുപോലെ തന്നെ നമ്മൾ മരുന്നും ഇതിന് കൊടുക്കണം, അതുപോലെ വളങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഏലകൃഷിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മുഴുവൻ സമയം അപ്പോൾ കൃഷിയിടത്തിൽ ചെലവഴിക്കുന്ന കർഷകനാണോ അതോ എങ്ങനെയാ? മുഴുവൻ സമയം കൃഷിയിടത്തിൽ ചെലവഴിക്കാറില്ല. എൻ്റെ ഫാദർ വരും. ഫാദർ ഇവിടെ വന്നുമ്പം കൂടുതൽ സമയം പപ്പ ആയിരിക്കും കൃഷിയിടത്തിൽ നോക്കുന്നത്. ഞാൻ കൂടുതൽ സമയം ബിസിനസ്സിലായിരിക്കും വ്യാപൃതനാകുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കാർഡമം ഗ്രൂവേഴ്സ് ഫെഡറേഷനിൽ നിന്ന് തന്നെ കർഷകരുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നുകൾ, കീടനാശിനികൾ, അതുപോലെ അവർക്ക് വേണ്ടുന്ന വളങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഏലക്കായുടെ എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്. സ്പൈസസിൻ്റെ റീറ്റെയിൽ പാക്കിങ്ങും സെയിൽസും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയങ്ങളിലും കൃഷിയിൽ തന്നെ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും കൃഷിയിലൊരു ശ്രദ്ധയുണ്ട്. എപ്പോഴും കൃഷിയിലൊരു ശ്രദ്ധയുണ്ട്. അതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്, എല്ലാ ദിവസവും തോട്ടത്തിൽ ഇറങ്ങി നോക്കും. ഓരോ ഏരിയ തിരിച്ചിറങ്ങി നോക്കും. അപ്പം നമുക്ക് ഓരോ ഏരിയയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് വേണ്ടുന്ന മരുന്നുകൾ കൃത്യമായിട്ട് ചെയ്തു വിടാറുണ്ട്. കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് ഫെഡറേഷൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ്? എങ്ങനെയാണ് അത്? ഫെഡറേഷൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം
നമ്മുടെ ഒരു മോട്ടീവായിരുന്നു. അത് നമ്മളൊരു ഫെഡറേഷൻ രൂപീകരിച്ചപ്പം തന്നെ നമ്മളൊരു മിഷൻ ഉണ്ടായിരുന്നു, വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുള്ളൂ. അതിൽ ഈ പറയുന്ന പോലെ കർഷകർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന എത്തി ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങൾ കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നും വളങ്ങളും ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മേഖലയിലേക്ക് ഞാനിപ്പോൾ കൃഷി മേഖലയിലേക്ക് വന്നിട്ട് വളരെ ഒരു യുവ കർഷകനാണ്, 6 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ 6 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, മരുന്നിൻ്റെയും കീടനാശിനിയുടെയും കീടനാശിനിയുടെയൊക്കെ ഉപയോഗം വളരെ കൂടുതലാണ്. അത് നിയന്ത്രിക്കാൻ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ അതിൻ്റെ ഉപയോഗ സമയവും വിളവെടുപ്പും തമ്മിലുള്ള അകലം പാലിപ്പിക്കാൻ നമുക്ക് കർഷകരെയും കൊണ്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഏലത്തിലാണല്ലോ കൂടുതലും ഈ കീടനാശിനികളും കുമിൾനാശിനികളൊക്കെ ഉപയോഗിക്കുന്നത്, കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടുതലും നമുക്ക് ഈ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, വിദേശ കയറ്റുമതിക്ക് ഉപയോഗിക്കാൻ പറ്റും. വിദേശ കയറ്റുമതി ഉണ്ടാകുമ്പം തന്നെ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂടും, പ്രത്യേകിച്ച് ഏലത്തിൻ്റെ വില കൂടും. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൃഷി രീതികൾ പിന്തുടരുന്ന കർഷകരുടെ നിന്ന് ഞങ്ങൾക്കൊരു ഓർഡർ വരുമ്പോഴത്തേക്ക്, ഏലക്കയുടെ ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഇരിപ്പുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ നിന്ന് ഏലക്ക എടുക്കും. അത് നോർമൽ വിലയേക്കാളും ആവറേജ് വിലയേക്കാളും കൂട്ടിയാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കും. അത് ഞങ്ങളുടെ ഉറപ്പാണ്. കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൃഷി രീതികൾ അവർ പിന്തുടരുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവർക്ക് അങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്. ശരാശരി വിലയേക്കാൾ കൂടുതലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എത്ര ശതമാനം കൂടുതൽ? ശരാശരി വില എന്ന് പറയുന്നത് ഇപ്പോൾ 2500, 2400, 2500 ഇടയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കർഷകരുടെ ഒരു 2650, 700 റേഞ്ചിൽ ഏലക്ക എടുക്കാറുണ്ട്. പക്ഷെ അപ്പോൾ ആ ഏലക്ക കീടനാശിനി വിമുക്തമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ കർഷകരുടെയും നമ്മൾ അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഏലക്കയുടെ ക്വാളിറ്റിയും കൂടെ നോക്കും. ഇതെങ്ങനെ എടുക്കുമ്പോൾ ക്വാളിറ്റി തീരെ മോശം ഏലക്കയാണെങ്കിൽ നമുക്ക് അത്രയും വില കൊടുത്തെടുക്കാൻ പറ്റത്തില്ല, ആവറേജിനേക്കാളും അത്രയും വില കൂട്ടി കൊടുത്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റി അതിലുണ്ട്, ഡിഫിക്കൽറ്റിയും ഉണ്ട് അതിൽ. ഗുണനിലവാരം നോക്കിയാണ് ശരാശരിയേക്കാൾ കൂടുതൽ വില കൊടുത്താണ് കർഷകരിൽ നിന്ന് അതെ വാങ്ങുന്നത്. കർഷകർക്ക് അവരുടെ ആ ഒരു ക്വാളിറ്റി ഏലക്ക മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എത്ര കിട്ടുമോ അതിനേക്കാളും ഒരു 100 രൂപ എന്തായാലും ഞങ്ങൾ കൂട്ടിയെടുക്കും ഞങ്ങളുടെ കൃഷി രീതി പിന്തുടരുന്ന കർഷകരിൽ നിന്ന്. ജിതിൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കൃഷിയിലെ ഉൽപ്പന്നങ്ങളും ഏലവും മുഴുവനായിട്ട് കയറ്റുമതി ചെയ്യുകയാണ്. കയറ്റുമതിക്ക് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് റീറ്റെയിൽ പാക്കിംഗ് ഉണ്ട്. 100 ഗ്രാം 200 ഗ്രാം പാക്കിങ്ങുകളുണ്ട്. ആ പാക്കിങ്ങിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏലക്കായാട്ടെ, കുരുമുളകാട്ടെ, കാപ്പിപ്പൊടിയാട്ടെ, നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെയും ഞങ്ങൾ കൃഷിക്കാരിലേക്കല്ല. ഇപ്പോൾ ഇടുക്കിയിലുള്ള ഉൽപ്പന്നങ്ങൾ നേരെ മറിച്ച് ആലപ്പുഴ, കോട്ടയം, അതുപോലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ ഒരു വഴിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്? നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്ന ഒരു രീതിയാണോ, അതോ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വിപണിയുടെ പരിമിതികളാണോ? എന്താണ് കയറ്റുമതിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചത്? ഏലം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ആഭ്യന്തര വിപണിയിലെ പരിമിതികൾ എന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും ഈ ഏലക്കായ്ക്കൊരു ഡിമാൻഡുണ്ട്. അത് എന്നും ചിലപ്പോൾ വില താന്നു പോയാലും ഇതൊരിക്കലും ഇരിപ്പ് മുതലായിട്ട് ഇരിക്കുന്നില്ല. കാരണം എവിടെ കൊണ്ടുപോയി കൊടുത്താലും ഇത് എടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. പക്ഷേ അതിലൊരു മാറി ചിന്തിക്കാനൊരു കാരണം വന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഒരു വില, ഞാൻ വിദേശത്ത് പോയപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഇവിടെ കിട്ടുന്ന ഏലക്കയുടെ വില അവിടെ ചെല്ലുമ്പോൾ അത് നേരെ ഡബിളാണ്. ആ വിലയ്ക്കാണ് അത് കൊടുക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് നമുക്ക് വിദേശത്തുള്ളൊരു കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക് ഇത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇടനിലക്കാരുടെ ഒരു ഇത് പോയി മാറി നമുക്ക് കുറച്ചും കൂടെ അധികമായിട്ട് വില കിട്ടും.
എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് ഈ കയറ്റുമതി അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് നീങ്ങാൻ കാരണം. ആദ്യമൊക്കെ കുറേ പരിമിതികളുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സ്പൈസസ് ബോർഡൊക്കെ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പൈസസ് ബോർഡിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് രമാശ്രീ മാഡം, അതോടൊപ്പം തന്നെ ജോജി സാറ്, കിഷൻ സാറ്, അങ്ങനെ കുറേ പേര് ഞങ്ങളെ അകമഴിഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മണികണ്ഠൻ സാറ്, ഇവരൊന്നും ഞങ്ങൾക്ക് വിലമതിക്കാനാവാത്ത സഹായമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഇടുക്കി ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണോ? ഇടുക്കി ഓഫീസിലും ഉണ്ട്, അതുപോലെ തന്നെ എറണാകുളം ഓഫീസിൽ ചെയ്യുന്നവരും ഉണ്ട്. ഷനീജ മേഡമൊക്കെ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരുടെയൊക്കെ സഹായം കൂടെ കൂടിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നേരെ കയറ്റുമതിയിലേക്ക് എന്നാൽ കൂടുതലും ചിന്തിക്കാൻ തുടങ്ങിയതും ഞങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ വരാൻ തുടങ്ങിയതും. ഏത് തരത്തിലാണ് സ്പൈസസ് ബോർഡ് സഹായിച്ചതെന്നൊന്ന് വിശദമാക്കാമോ? സ്പൈസസ് ബോർഡിൻ്റെ സഹായം വിവിധ രീതികളിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ക്ലയൻസിന് വരുവാണെങ്കിൽ അവർക്കൊരു സ്പൈസസ് ബോർഡിലായിരിക്കും സ്വാഭാവികമായിട്ടും ഈ എക്സ്പോർട്ടിങ്ങിന് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പല ക്ലയൻസും ചെല്ലുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏലക്ക വേണമെന്ന് പറഞ്ഞ് പലപ്പോഴും ചെല്ലുന്നത്. അപ്പോൾ അവർ ഞങ്ങളെയും അവരുടെ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ്. ഞങ്ങൾ ഇങ്ങനെ ഇന്ന ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഏലക്ക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളിലേക്ക് നേരിട്ട് വരികയും ഞങ്ങളുമായിട്ടുള്ള ഡീലിംഗ് ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾക്ക് ഡീലിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ട്, ഏലക്ക ഡീലിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹായം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു തരാൻ സ്പൈസസ് ബോർഡ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ BSM ബയ്യർ സെല്ലർ മീറ്റിംഗ് സ്പൈസസ് ബോർഡിൻ്റെ നടക്കുമ്പോഴും ഞങ്ങളെയും വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ക്ലയൻസിനെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്പൈസസ് ബോർഡ് ഒരുപാട് രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഗവേഷണ കേന്ദ്രങ്ങളുടെ സഹായം ഏത് രീതിയിലാണ്, എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഗവേഷണ കേന്ദ്രങ്ങളുടെ സഹായവും ഉണ്ട്. പ്രത്യേകിച്ചും അതിൽ പാമ്പാടുംപാറയുള്ള കാടമൺ റിസർച്ച് സ്റ്റേഷൻ, ഞങ്ങൾക്കിപ്പം പെട്ടെന്നൊരു മണ്ണ് പരിശോധിക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും, അവിടെ ഇരുന്നൊരു ധന്യ മേഡം ഉണ്ടായിരുന്നു. ധന്യ മേഡത്തെ ഞങ്ങൾ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ധന്യ മേഡത്തെ ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്ന ഹെഡും ആ മേഡം ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പെട്ടെന്ന് മണ്ണ് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ കർഷകരെ അങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടുന്ന സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ പോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവിടുന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ജൈവ കൃഷി പ്രോത്സാഹന ഏലകൃഷിയിൽ പ്രാക്ടിക്കലി അത്ര പെട്ടെന്ന് പോസിബിൾ അല്ല. എന്നിരുന്നാലും നമുക്ക് ഈ സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ പോലുള്ളവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ, മണ്ണിൽ ഉപയോഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വേണം. അത് നമുക്ക് കാടമൺ റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്, പാമ്പാടുംപാറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും കർഷകരോട് അവിടെ പോയി മേടിക്കാൻ പറയാറുണ്ട്. പ്രത്യേകിച്ചും കേരള കാർഷിക സർവകലാശാലയുടെ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള നല്ല റിസൾട്ടും ഉണ്ടെന്ന് കർഷകർ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും സർക്കാർ പദ്ധതികളുടെ, സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെയോ സഹായം ലഭിച്ചിരുന്നോ ഇതുവരെയുള്ള പ്രവർത്തനത്തിനകത്ത്? ഫെഡറേഷനോ കൃഷിയിലോ കയറ്റുമതിയിലോ? കേരള സർക്കാരിൻ്റെ കർഷകർക്കൊരു വിപണന സാധ്യത കൂട്ടാൻ വേണ്ടി, അതായത് അങ്ങനെ ഒരു പദ്ധതി നടന്നായിരുന്നു. അപ്പം കേരള സർക്കാരിൻ്റെ ഒരു ബയ്യർ സെല്ലർ മീറ്റ് എന്ന് പറയാം, അതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്ലയൻസിനെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൃഷി വകുപ്പിൽ നിന്നാണേലും എന്തെങ്കിലുമൊക്കെ കൃഷിഭവൻ കൂടി കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ വരുമ്പോഴത്തേക്കും കൃഷിഭവൻ ഞങ്ങളെ അറിയിക്കാറുണ്ട് പലപ്പോഴും, നിങ്ങളെ കർഷകർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കർഷകർക്ക് ഒരു ഉപകാരമായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതികളും വന്ന് തീരാറുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പലപ്പോഴും കർഷകർക്ക് ട്രെയിനിങ് വെക്കാറുണ്ട്.
ഇപ്പോൾ ട്രെയിനിങ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ കേരള സർക്കാരിൻ്റെ പദ്ധതികൾ വിശദീകരിക്കാൻ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൃഷിഭവനിൽ നിന്നൊക്കെ വന്ന് അവർ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയിടം സന്ദർശിച്ച് കർഷകർക്ക് നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സ്വന്തം ഉൽപ്പന്നത്തോടൊപ്പം കൂടെ നിൽക്കുന്ന കർഷകരുടെ ഉൽപ്പന്നങ്ങളും ശരാശരിയേക്കാൾ ഉയർന്ന വിലയിൽ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞു. കൃഷിയുടെ സന്ദർശനത്തിലും അതുപോലെ തന്നെ ഉയർന്ന വില ലഭിക്കാനും എന്ത് മാറ്റങ്ങളാണ് ജിതിൻ അല്ലെങ്കിൽ ഫെഡറേഷൻ്റെ ഇടപെടൽ കൊണ്ട് കർഷകരിലും കർഷകരുടെ കൃഷിയിലും വന്നിരിക്കുന്നത്? മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയിൽ തന്നെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ 2019 ഇടുക്കിയിലെ കൃഷിയിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കൃഷിക്കാരനല്ല. പക്ഷേ ഒരു കൃഷിയുടെ മാറ്റം കണ്ടറിഞ്ഞൊരു കർഷകനാണ്. കാരണം ഞാൻ വരുന്ന സമയങ്ങളിൽ ഇവിടെ ഈ അഴുകൽ രോഗങ്ങൾ, അതുപോലെ തന്നെ ഫിസേറിയൻ രോഗങ്ങൾ, അങ്ങനെ കുമിൾ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. കീടങ്ങൾ എന്നാലും ഉണ്ട്, പക്ഷെ കുമിൾ രോഗങ്ങൾ കുറവായിരുന്നു. നേരെ മറിച്ച് ഈ ഒരു 2025 നിൽക്കുമ്പോഴത്തേക്കും ഈ കീടങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ കുമിൾ രോഗങ്ങളാണ്. പലപ്പോഴും കുറച്ച് പ്രായമുള്ള കർഷകരാണെങ്കിൽ അവർ ഈ കുമിൾ രോഗങ്ങളെപ്പറ്റി അത്ര അറിവുള്ളവരല്ല. നമ്മൾ കൃഷിയിടങ്ങൾ സന്ദർശിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഇന്ന കുമിൾ രോഗങ്ങളാണെന്ന്. അപ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുമിൾ രോഗമാണ് നിങ്ങളുടെ ചെടിക്കുള്ളത്, അപ്പോൾ നിങ്ങൾ അത് അടിച്ചു കൊടുക്കണം. അപ്പോഴും അവർ നമ്മളോട് ബാധിച്ച് നിൽക്കും. ഇതങ്ങനെയല്ല, ഇത് ചിലപ്പം വെയിലടിച്ച് വന്നതാണ്, അങ്ങനെ വന്നതാണ് ഒക്കെ പറഞ്ഞു കൊടുക്കും. കാരണം കർഷകരുടെ മനസ്സിൽ അന്നും ഇന്നും ഉള്ളത് ഈ ഇലപ്പേൻ, തണ്ടുതോരപ്പൻ, വേരുപുഴു, ഈ 3 പ്രശ്നങ്ങളും കൊണ്ടാണ് പ്രധാന ചെടിക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്പോഴാണ് പല കർഷകരും ഫിസേറിയം എന്ന് പറയുന്ന രോഗത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ തന്നെ അഴുകൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഫിസേറിയത്തിൻ്റെ ഡെപ്ത് ഇപ്പോഴാണ് ഇത്രയും കൂടി വന്ന് തുടങ്ങിയത്. അപ്പോൾ ഈ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ കൃഷിയിടത്തിൽ പോകുമ്പം ഒരിക്കലും ഞങ്ങളൊരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരുമല്ല ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കർഷകനെയും കൂടെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ചേട്ടൻ്റെ ചെടിയിൽ ഇന്ന പ്രശ്നമാണുള്ളത്, ആ പ്രശ്നം എന്തുകൊണ്ട് വന്നു. അപ്പോൾ ആ ചേട്ടൻ അടുത്തുള്ള ഒരാൾ ആ ചേട്ടനോട് ചോദിക്കുമ്പോൾ ആ ചേട്ടനൊരു ആ കാര്യങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കൃഷിയിടം സന്ദർശിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നേട്ടങ്ങളുണ്ട്. കർഷകരെ നമ്മുടെ അറിവും കൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കും നേട്ടങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ മരുന്നും കീടങ്ങളും നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അറിയാവുന്നത്. കർഷകർക്ക് അതിലുപരി കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. എങ്ങനെ മണ്ണ് പണി ചെയ്യാം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആ കർഷകർക്ക് ഒരുപാട് അറിവുകളുണ്ട്. അത് പലപ്പോഴും പുറത്തേക്ക് വരാത്തതാണ്. ആ കാര്യങ്ങൾ ചില കർഷകരെയും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണങ്ങളും ഉണ്ട്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ് ഞങ്ങൾ കർഷകരുമായിട്ട് ഞങ്ങളുടെ ഏറ്റവും സൗഹൃദമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുടെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ 50 മുകളിലേക്കുള്ള കർഷകരാണ് ഒരു 80% എൻ്റെ അടുത്ത സുഹൃത്ത് വലയത്തിലുള്ളത്. അത് ഞാൻ വലിയൊരു ഗുണമായിട്ടാണ് കാണുന്നത്. യുവ കർഷകർ ഉണ്ട്, എന്നാലും ഈ കർഷകരുടെ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു 45-നും 50-നും മുകളിലേക്കുള്ള അവരാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ കൂടുതലും ഉള്ളത്. സഹായിക്കുന്ന കർഷകരിൽ നിന്ന് തിരിച്ചു പഠിക്കാനും ഉണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഒരു യുവ കർഷകൻ എന്നുള്ള രീതിയിൽ കർഷകരിൽ നിന്ന് പഠിച്ച കർഷകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഒച്ചിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടുതലാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒച്ചിനെ നിയന്ത്രിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു കർഷകനാണ് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ, തോട്ടത്തിൻ്റെ ബോർഡറിൽ കൂടെ മൊത്തം ഈ പറയുന്ന പോലെ ക്യാബേജിൻ്റെ ഇല ഉപ്പിൽ തിരുമ്പി വിതറാൻ പറയുന്നത്. ക്യാബേജിൻ്റെ ഇല ക്യാബേജ് അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഉപ്പിൽ തിരുമ്പി വിതറാൻ പറയുന്നത്. ഇത് ഉപ്പിൽ തിരുമ്പി വിതറിയപ്പം തന്നെ ഒച്ചിൻ്റെ ശല്യം ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റി. അത് ഒച്ച് കൂടുതലുള്ള ഭാഗത്താണെങ്കിലും നമുക്ക് ഈ ഉപ്പിൽ തിരുമ്പിയ ക്യാബേജ് ഇല വിതറുമ്പോൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു ഉപകാരമായിട്ടാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഡൗട്ടായിരുന്നു, ഏലക്കയുടെ പൂവുണ്ടായി കഴിയുമ്പോഴത്തേക്കും പൂ വെട്ടിക്കളയും. പൂ പിറ്റേ ദിവസം ആകുമ്പോൾ പൊഴിഞ്ഞ് കിടക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പം ഞങ്ങളിത് ഈ പറയുന്ന പോലെ ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. നമ്മൾ രാവിലെകളിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഒരു കർഷകൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം, നീ രാത്രി ഒരു 9-9:30 ആകുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു.
അത് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇങ്ങനെ പൂ വെട്ടുന്ന ഒരു തോട്ടത്തിൽ 9-9:30 ആയപ്പോൾ ഇറങ്ങി രാത്രികളിൽ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒച്ചാണ് ഈ പൂ വെട്ടുന്നതെന്ന്. ഒരു പക്ഷേ അതൊക്കെ കർഷകർ തന്നെ അവർ ഈ രാത്രികളിലും തോട്ടത്തിലിറങ്ങി എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അവർ ഒരു പഠനം നടത്തുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങൾക്ക് കർഷകരിൽ നിന്ന് അങ്ങനെ പല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇടുക്കി കമ്പംമെട്ടിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജിതിൻ ജോജിയുടെ കാർഷിക അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മടിശീല നിറയ്ക്കും മധുരക്കനി മാംഗോസ്റ്റീൻ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KM സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നും. പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാംഗോസ്റ്റീൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ്. കുടംപുളിയുടെ അടുത്ത ബന്ധു. ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാംഗോസ്റ്റീൻ ഇന്ത്യയിലെത്തി. തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ. വിത്ത് വഴിയാണ് മാംഗോസ്റ്റീൻ്റെ പ്രജനനം. പാകമായ കായകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് 5 ദിവസത്തിനകം നടണം. വിളവെടുത്തയുടൻ നടുന്ന വിത്തുകൾക്ക് 96% മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട്. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 1 മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും. 3 ആഴ്ച മതി വിത്ത് മുളയ്ക്കാൻ. കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവവളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക. 50 വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം 45 കിലോഗ്രാം, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവയിലേതെങ്കിലും 2 അല്ലെങ്കിൽ 3 കിലോ, എല്ലുപൊടി 1-2 കിലോ ഇങ്ങനെ നൽകണം. രാസവളം 17:17:17 മിശ്രിതം മരം ഒന്നിന് 1 കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം. ഇലകൾ, വാഴപ്പിണ്ടി, തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതയിടാം. വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം. തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത്. വയനാട്ടിൽ സാധാരണ മാർച്ച്, ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം. ശിഖരങ്ങളുടെ അഗ്രത്തായി 5 മുതൽ 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക. വൈകിട്ട് 5:30 മുതൽ 6 വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത്. കായകളുണ്ടായി 100-120 ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത്. കായ പിടിച്ച് 30 ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും. മൊത്തം കായപിടുത്തത്തിൻ്റെ 41% കൊഴിഞ്ഞു പോകുന്നു. നന്നായി നനച്ചു വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം. കായകൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ്. കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ്. ഒരു മരത്തിൽ നിന്ന് 400 മുതൽ 500 വരെ കിലോ പഴങ്ങൾ ലഭിക്കും. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം. സമതലങ്ങളിൽ ഇത് ഏപ്രിൽ, ജൂലൈയും. നല്ല പച്ച നിറമുള്ള കായകൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് 25% വരെ പർപ്പിൾ നിറമാകും. ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത്. ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം. കായ പറിച്ച് ഏകദേശം 90 ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറമാറ്റം ഉണ്ടാകും. ക്രമമില്ലാത്ത കായപിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം. തുടക്കത്തിൽ 200 മുതൽ 300 കായകൾ വരെ പിടിക്കും. ഇത് ക്രമേണ 1200 മുതൽ 1500 കായകൾ വരെയാകും. കാലാവസ്ഥ, മണ്ണിൻ്റെ സ്ഥിതി, കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായപിടുത്തം വ്യത്യസ്തമാണ്. മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാംഗോസ്റ്റീൻ്റെ പഴുത്ത കായകൾ ഒരാഴ്ചയിലേറെ കേടുകൂടാതെ സൂക്ഷിക്കാം. ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം 36 ദിവസം വരെ നീളും. പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി, കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ 12 ദിവസം വരെ കേടാകുകയില്ല. ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായകൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്. രോഗബാധയില്ലാത്ത, മുറിവ് പറ്റാത്ത ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന്. 50 മുതൽ 55 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ വെച്ചാൽ 3-4 ആഴ്ച വരെ കേടാകുകയില്ല. ഔഷധ ഗുണവുമുണ്ട് മാംഗോസ്റ്റീന്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം.
കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണം അകറ്റാനും ഇതിന് കഴിയും. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖല കാലാവസ്ഥയിൽ മാംഗോസ്റ്റീൻ നന്നായി വളരും. കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും. പ്രാദേശിക വിപണിയിൽ മാംഗോസ്റ്റീൻ അപൂർവമായേ കിട്ടാറുള്ളൂ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. 1 കിലോഗ്രാമിൽ 10 മുതൽ 15 കായകൾ വരെ കാണാറുണ്ട്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.